ഓം നമ ശിവായ. അപ്പോൾ ശരിക്കും ഈ രണ്ട് തരത്തിലുള്ള സാധനങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഞാനൊന്ന് വ്യക്തമാക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഈ സ്വരയോഗയും അങ്ങനെ പറഞ്ഞ ശരയോഗയും തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ടോ? കാരണം ആദിനാഥ് ഭഗവാൻ ശിവൻ്റെ രീതിയിലാണ് ഇത് രണ്ടും അങ്ങ് നേരത്തെ പറഞ്ഞു. ഗൗരി പിന്നെ എന്താണ് പാർവതി എന്നും ഉമയെന്നും പറഞ്ഞു, ശങ്കരനെന്നും ശിവനെന്നും പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് വിദ്യകളും ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ എങ്ങനെയാണ്, പ്രത്യക്ഷത്തിൽ വ്യത്യാസമുണ്ടോ അതോ രണ്ടും ഒന്ന് തന്നെയാണോ? ഒന്നായ നിന്നേഹ രണ്ട് അങ്ങനെ ആണോ അതോ രണ്ടും ആണോ? അതെ, രണ്ടൊന്നുമല്ല. ഇപ്പോൾ സ്വരയോഗ ശരയോഗ രണ്ടും ഒന്ന് തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് സ്വര ബേസ് ചെയ്ത് നിൽക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദ തരംഗത്തെ എടുത്തുകൊണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഉള്ളിലെടുക്കുമ്പോൾ അത് സ്വഹം അങ്ങനെ ആ ഒരു രീതിയിൽ അതിനെ ഉള്ളിലേക്ക് എടുത്ത് ശ്വാസത്തിൽ ശബ്ദത്തെ രൂപീകരിച്ചും കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ട് ഇതിന് ശബ്ദമൊന്നുമില്ല. ശരം എന്നാൽ കർമ്മം എന്ന ഭാഗം, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പൂർവീയ കർമ്മം, അതിന് ശബ്ദമൊന്നുമില്ലല്ലോ. അപ്പം അത് അതിൻ്റെ വഴിക്കെടുത്ത് അതിനെ അനുഭവിക്കുക എന്നുള്ളൊരു മെത്തേഡ്. രണ്ട് രീതിക്ക് ഇരിക്കുന്നു എന്നേ ഉള്ളൂ. സാധനം രണ്ടും ഒന്നാണ്. പക്ഷേ ഇതിൽ വരുന്ന വ്യത്യാസം, ഒന്ന് 1 മണിക്കൂർ ഓടുന്നു എന്ന് അവർ പറയുന്നു. അതിലുള്ള മാറ്റം മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. കറക്റ്റ് 2 മണിക്കൂർ കർമ്മബന്ധിതമായ പ്രവർത്തനം നടക്കുന്നു ബാഡിയിൽ. അപ്പോൾ ഈ 1 മണിക്കൂറിൻ്റെ കണക്ക് ശരിയല്ല. അത് 1 മണിക്കൂർ അവർ പറയുന്നത് ശബ്ദതരംഗങ്ങളായിട്ട് നമ്മൾ മാറ്റി ചെയ്യുന്നത് 1 മണിക്കൂർ ചെയ്യാം, അടുത്ത 1 മണിക്കൂറിലേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശ്വാസത്തെ ശബ്ദതരംഗങ്ങളിലേക്ക് വിട്ട് നമുക്ക് ഉപയോഗിക്കാൻ 1 മണിക്കൂർ. അതുകൊണ്ട് ഇതിനെ വേറൊരു ടെക്നിക്കായിട്ട് മാറ്റി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനമാണ് സ്വരയോഗ. അപ്പോൾ രണ്ടും ഒന്ന്, ഒരു സ്വരത്തെ ഒരു ശ്വാസത്തെ ബേസ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിലും രണ്ട് തലങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ഇന്റേണലി നമ്മുടെ കർമ്മങ്ങളെ എല്ലാം നശിപ്പിച്ച് പൂർണ്ണതയിലേക്ക് എത്താൻ നേട്ടങ്ങളെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, ഒന്ന് കർമ്മങ്ങളെ എല്ലാം കളഞ്ഞിട്ട് നമ്മളിതൊന്നുമല്ല എന്നുള്ള രീതിക്ക് മാറുന്നത്, അത് സ്വരയോഗ. ഇതങ്ങനെയല്ല. ഇതെല്ലാ കർമ്മങ്ങളെയും എടുത്ത് വേണ്ടത് അനുഭവിക്കണം, വേണ്ടാത്തത് കത്തിച്ചു കളയണം. അങ്ങനെ പോകുന്നത് ശരയോഗ. അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. ഒരു ശ്വാസത്തെ വെച്ച് 2 രീതിക്ക് പ്രവർത്തിക്കുന്ന മെത്തേഡ്സ്. അതുകൊണ്ട് അതും വേറെ ഒന്നല്ല, രണ്ടും ഒന്നാ. പക്ഷെ 2 രീതിക്ക്. ഇപ്പോൾ ഒരു തീപ്പെട്ടി കൊണ്ട് എന്ത് ചെയ്യാം? അടുപ്പും കത്തിക്കാം, വീടും കത്തിക്കാം. അതുപോലെയാ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിക്കുള്ള മാറ്റങ്ങളെ ഉണ്ടാക്കാം, വലിയ രീതിക്കുള്ള മാറ്റങ്ങളെ ഉണ്ടാക്കാം. അപ്പോൾ ശരയോഗയിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, ശരയോഗയിൽ 16 വിധമായ യോഗവിദ്യകൾ അടക്കി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം ഞാൻ പറഞ്ഞാൽ ചക്രയോഗ, കുണ്ടലിനി യോഗ, ക്രിയായോഗ, ജ്ഞാനയോഗ, ജ്ഞാനമാലായോഗ, ജ്ഞാനകട്കയോഗ, അണുക്രിയായോഗ, പര്യങ്കയോഗ. ഇത് 8 വളരെ പ്രധാനം. ഇനി ഭൈരവയോഗ. ഇതിൻ്റെ പേരാ നിങ്ങൾ വിജ്ഞാന ഭൈരവ തന്ത്രം. ഇത് തന്ത്രമായിട്ട് മാറ്റി നിങ്ങൾ. ഇതിൽ നിന്നെടുത്ത് മാറ്റുമ്പോൾ ഈ 114 തന്ത്രങ്ങൾ ഉണ്ടായിരുന്നിടത്ത്, ക്രിയ ഉണ്ടായിരുന്നിടത്ത്, നിങ്ങൾ 112 എന്തുകൊണ്ട് ചെയ്തേ? എൻ്റെ കയ്യിൽ 114 ഉണ്ടത്. അപ്പോൾ ഈ 114 തന്ത്രത്തിൽ 2 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, കാരണം അതിന് വേറൊരു വർഷം വേണം. അപ്പം അത് പറയുമ്പോൾ ഇതിൻ്റെ ഗ്രന്ഥമല്ല എന്ന് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് 2നെയും മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ എന്ത് നടന്നു എന്ന് ഞാൻ പറയാം. ഈ 2 ക്രിയകൾക്കും എന്തുകൊണ്ട് മാറ്റം വരുന്നെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശരയോഗയാണ് സ്വരയോഗയായിട്ട് നിങ്ങൾ മാറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ട്? ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നതിന് പണ്ട് തൊട്ടേ ഒരു എതിരാണ്. വൈഷ്ണവ സിദ്ധാന്തവുമായിട്ട് നമുക്ക് എതിരുണ്ടാക്കി. അപ്പോൾ എല്ലാത്തെയും ശൈവ സിദ്ധാന്തം നോക്കി നോക്ക്. ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ശൈവത്തിന് എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിലേക്ക് പോകുന്നത്, ശിവ എന്ന ഭാഗത്തിലേക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയ്ക്ക് പോയപ്പോൾ പ്രയാഗ്രാജിൽ കംപ്ലീറ്റ് സ്ഥലത്തും രാമനാമം ജപമാണ് കേൾക്കുന്നത്. പറയുന്നത് ആരുടെ കുംഭമേള? അപ്പോൾ അത് പറയുമ്പോൾ ശൈവന്മാരുടെ ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. അഘോരികൾ വരുന്നു, അവർ ശൈവ സിദ്ധാന്തക്കാരാ. അവരൊക്കെ ഒന്ന് കുളിക്കുന്ന ആ പുനിത നദിയിലേക്ക് നിങ്ങൾ പോയി ചെയ്യുമ്പോൾ കേൾക്കുന്നതല്ല രാമൻ്റെ നാമമാണ്, രാമകൃഷ്ണ പ്രാർത്ഥന. അപ്പോൾ അവിടെ പോലും ഒരു ശിവനാമം ഉച്ചരിക്കുന്നില്ല, ആകെ ഒരേ ഒരു ആശ്രമത്തിൽ കേട്ടു.
അപ്പോൾ ഇപ്പോഴും അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാ. അപ്പോൾ ഇതൊരു വേരിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഗാർഡിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ എങ്ങോട്ട് അടുപ്പിക്കുന്നു? ഇപ്പോഴും ആലോചിച്ച് നോക്കും, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സംസ്കൃതം പഠിക്കണം, വേദമന്ത്രങ്ങൾ പഠിക്കണം. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. എന്തിനാ? നീ എന്താ നിങ്ങളിലിരിക്കുന്ന ഈശ്വരനെ പഠിക്കാൻ പറഞ്ഞാൽ പോരെ? നമ്മളെല്ലാം ഹിന്ദുക്കളല്ലേ? ഓരോരുത്തർക്കും ഓരോ ദൈവം ഉണ്ടല്ലോ. ഹിന്ദുക്കൾക്കാണ് ബഹുദൈവം എന്ന് പറഞ്ഞ ഒരു ആരാധന എന്ന് പറഞ്ഞാൽ ഈശോവാസ്യം ഇതം സർവം, എല്ലാവർക്കും ഒന്നുമില്ല. അതുപോലെ അതിനെ ആരാധിപ്പിക്കാതെ ഇങ്ങനെ പോകണമെന്ന് വേറെ ഒന്നിലേക്ക് നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം ഇപ്പോഴും നാർത്തി പോയിട്ട് തിരിച്ചു വരും. നമ്മൾ നോക്കി നോക്കുക, എല്ലാ ഗ്രന്ഥങ്ങളും എടുത്താലും എല്ലാം സംസ്കൃത ടച്ചിൽ വരുന്നതിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കുമോ? നിങ്ങൾ നാളെ ഒരു ടെസ്റ്റ് എഴുതി നോക്കൂ ദൈവത്തെക്കുറിച്ച്. നമ്മളെ പറയും മണ്ടനെന്ന് പറയും. അത് വാൽമീകി എഴുതിയാലേ പറ്റുള്ളൂ, വ്യാസൻ എഴുതിയാനേ പറ്റുള്ളൂ. ഇല്ല, നമുക്കും എഴുതാം. നമ്മുടെ അന്വേഷണങ്ങൾ എഴുതിക്കൂടെ? അതുപോലെയാണ് ശരയോഗത്തിൽ നിന്നും സ്വരയോഗ എന്നൊരു സാധനത്തെ മാറ്റി എഴുതി. അത് അംഗീകരിക്കുന്നു, ഞാനും അംഗീകരിക്കുന്നു, അത് ഓക്കെ. പക്ഷേ ശരയോഗ എൻ്റയർ ടെസ്റ്റ് അതല്ല, വ്യത്യസ്തം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ ശരയോഗ കൂടുതലായിട്ടും കണക്ട് ആയിരിക്കുന്നത് നമ്മുടെ ഈ ഇതാണോ, നമ്മുടെ സിദ്ധ പരമ്പരയുമായിട്ട്? ഇത് മൊത്തം അതാ. അതായത് ഞാൻ പറഞ്ഞില്ലേ, തിരുമൂലർക്ക് കിട്ടി, തിരുമൂലർ നേരെ അത് അഗസ്ത്യർക്ക് കൊടുത്തു, അഗസ്ത്യർ നേരെ തൻ്റെ ശിഷ്യ പരമ്പരയ്ക്ക് കൊടുത്തു. അങ്ങനെ ആ കുടുംബത്തിലൂടെ ഇരുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു എൻ്റയർ ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്തൊരു പാർട്ടായിട്ട് തിരുമന്ദിരത്തിലാണ് കിടക്കുന്നത്. തിരുമന്ദിരത്തിൽ തന്നെ ഇതിന് മൊത്ത കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഈ തിരുമന്ദിരത്തിലാണോ അവർ പഠിപ്പിക്കുന്നേട്ടാ? ഇല്ല, അവിടെയാ വിഷയം വരുന്നത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പഴയ കാലത്ത് വൈഷ്ണവേറ്റ്സും ശൈവേറ്റ്സും തമ്മിൽ ഭയങ്കരമായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ സദാശിവൻ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒന്നും അതിൻ്റെ താഴെയുള്ള 3 വകഭേദങ്ങളായിട്ട് ദേവിക്കും താഴെയായിട്ട് മായയുടെ കഞ്ചുകങ്ങൾക്കും മുകളിലായിട്ട് നമ്മൾ പറയുന്നതായിട്ടാണ് ഈ ത്രിമൂർത്തി സങ്കല്പം പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് വിഷ്ണു സ്ഥിതി നടത്തിക്കൊണ്ടു പോകുന്നത്. ശിവൻ എന്ന് പറയുന്നത് സംഹാരത്തിൻ്റെ മൂർത്തിയായിട്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് സദാശിവൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ വൈഷ്ണവേറ്റ്സിൻ്റെ കോൺസെപ്റ്റിൽ പറയുന്നത് വിഷ്ണുവാണ് എല്ലാം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ബ്രഹ്മാവിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അന്ന് ഇതുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ? അതായത് വിഷ്ണു അൾട്ടിമേറ്റ് അല്ല, വ്യാപിതൻ. നമ്മൾ പറയുന്നത് പ്രാണശക്തി എല്ലായിടത്തും വേണം, അല്ലേ? പ്രാണശക്തി ഇല്ലാതെ ഒരു ജീവനും ഇരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണശക്തി, ഓക്കെ, അത് വിഷ്ണുവാണ്. അതുകൊണ്ട് അവർ പറയണ വിഷ്ണുവിനെ ആരാധിക്കുക, എല്ലായിടത്തും നിറഞ്ഞു നിന്നെ സംരക്ഷിക്കുന്നു, ഓക്കെ. പക്ഷെ അതല്ലല്ലോ, ഈ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ഒരാളെയും എടുക്കുന്ന ഒരാളുണ്ട്, ആള് വേറെയാ. അപ്പോൾ നിന്റെ സഹവാസം, അതായത് പ്രാണശക്തിയിൽ നിന്നുള്ള സഹവാസത്തെ കവിഞ്ഞ് ഞാൻ ആ ശക്തിയുമായിട്ട് കണക്റ്റ് ആയാൽ നീ ഇവിടെ ഇല്ലാതിരുന്നാലും എനിക്ക് ജീവിക്കാം. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥത്തിൽ MD തിരിച്ചൊരു മാനേജർ, താഴത്തെ ജോലിക്കാരൻ. അപ്പോൾ സ്റ്റാഫിന് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ മാനേജറെയാണ്. അപ്പോൾ ഈ മാനേജർ ഇതെല്ലാം മാനേജ് ചെയ്തിരുന്നുകൊണ്ടിരിക്കുമ്പോൾ മാനേജർ വലിയ കുഴപ്പക്കാരനാണെന്ന് കാണുമ്പോൾ ഈ തൊഴിലാളിക്ക് നേരെ MD പിടിക്കാം. MD പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇറക്കി വിടാൻ പറ്റില്ല. ഇനി അദ്ദേഹം ശമ്പളം കൊടുക്കണ്ട, അദ്ദേഹം നിയന്ത്രിക്കണ്ട. നമ്മളിവിടെ കണക്ട് എന്നറിഞ്ഞാലേ പുള്ളി തീർന്ന്. മനസ്സിലായി? നമ്മൾ കണക്ട് എന്ന് കഴിഞ്ഞാൽ പുള്ളി നമ്മളിലേക്ക് ഒന്നും പറയില്ല. പുള്ളിനെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും? എനിക്ക് എന്താ ഒന്നും എന്നെക്കുറിച്ച് പറയല്ലേ. ഇതാണ് ഇവിടെ അവസ്ഥ. ഇതാണ് സിദ്ധന്മാർ പഠിപ്പിച്ച പാഠം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരെ വൈഷ്ണവ് പ്രപഞ്ചത്തിലിരിക്കുന്ന പ്രാണശക്തി അറി, അതാണ് വിഷ്ണു. വിഷ്ണുവിനെ അറിഞ്ഞോ, വിഷ്ണുവിനെ ഉപയോഗിച്ച് പരത്തിൽ പിടിക്ക്, ഇതിലൂടെ അതിലേക്ക് പോ. അത് തന്നെയാണ് വൈഷ്ണവം പഠിപ്പിക്കുന്നത്. പക്ഷെ എവിടെ അടച്ചിരിക്കുന്നു? അതിൽ പിടിച്ച് ഉറപ്പിക്കുന്നു. അപ്പോൾ പ്രാണനെ പിടിച്ചു വെച്ചോ, ഇതല്ലേ പ്രാണായാമം. പ്രാണനെ പിടിച്ചു വെച്ച് ചാവാനാണോ? അല്ല. ഞാൻ അതാ ചോദിക്കുന്നത്. പ്രാണായാമം പ്രാണനെ പിടിച്ചു വയ്ക്കുന്നതല്ല. പ്രാണായാമ, പ്രാണനോടൊപ്പം സഞ്ചരിക്കുക. എങ്ങോട്ടത്തേക്ക്?
എന്ന് അറിയണ്ടേ, അങ്ങോട്ടത്തേക്ക് ഇവനെയും കൊണ്ടുപോകും. അപ്പോഴവന് പേടി വരും. കാരണം അതായത് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നവനെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ ആലോചിക്കും എന്നെക്കുറിച്ച് അവിടെ പരാതി പറയാനോ പോണേന്ന്, അല്ലേ? അവൻ നാളെ തൊട്ട് പറയട്ടെ, നീ ഒന്ന്, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു നോക്കാം, നമ്മുടെ നാടൻ ഭാഷയിൽ നാളെ തൊട്ട് പറഞ്ഞു തുടങ്ങും, ഒന്നും അവിടെ ചെന്ന് പറയല്ലേ, നിനക്ക് ഞാൻ 100 രൂപ ശമ്പളം കൂട്ടിത്തരാം. പോയി, കഥ മാറി. നമ്മളെ അവൻ നമുക്ക് വഴങ്ങി വരും. ഇതിനെയാ പറയുന്നത് പ്രാണയാമ. പ്രാണനോടൊപ്പം സഞ്ചരിച്ച് അവനെ വഴക്കിയെടുക്കുക. നമ്മൾ അങ്ങോട്ടാ യാത്ര ചെയ്യണമെന്ന് അവന് മനസ്സിലാവും. അപ്പം നമുക്ക് അവൻ വഴങ്ങും. നമ്മൾ 1 മിനിറ്റിൽ 15 എടുക്കണം, നമ്മൾ 1 മിനിറ്റിൽ 1ഉം 2ഉം ജോസത്തിലേക്ക് അവൻ മാറ്റും. നമുക്ക് ആയുസിനെ കൂട്ടും. അവനും ഭൂമിയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മറ്റേ ആളുടെയൊക്കെ പറയും നീ അവനും വല്ലതും കൊടുക്കും എന്ന് നമ്മളും റെക്കമെൻഡ് ചെയ്യും. കാരണം ഇവൻ നമ്മളെ സേവിക്കുകയല്ലേ. അപ്പം നമ്മുടെ ആയുസിനെ കൂട്ടും. ഇതാണ് ശരയോഗം പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ടാ. വിഷ്ണുവാണ് ദൈവം എന്ന് ആർക്ക് വേണമെങ്കിലും പറഞ്ഞിരിക്കാം. ഞാനും ദൈവമാണ്, നിങ്ങളും ദൈവമാണ്, ഇതിപ്പോൾ ഷൂട്ട് ചെയ്യണവരും ദൈവമാണ്, കേൾക്കുന്നവരും ദൈവമാണ്. ആരും ദൈവം അല്ലാതില്ല. ഇതിൽ വിഷ്ണുവാണോ നിങ്ങൾ ബ്രഹ്മാവാണോ ശിവനാണോ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ബലികർമാദികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വിഷ്ണു ലോകം പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥന സങ്കല്പം വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം, അതായത് ബലികർമ്മം നടത്തുമ്പോൾ ബലികർമ്മം നടത്തി കഴിഞ്ഞാൽ ഈ ആത്മാവ് വിഷ്ണു ലോകത്തേക്ക് പോകുന്നു എന്ന് പറയും. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ വിഷ്ണു ലോകം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പിതൃലോക. അപ്പോൾ വിഷ്ണു എന്നാൽ എന്തെന്ന് ഇപ്പോൾ പൊളിക്കാം. വിഷ്ണു എന്നാൽ നമ്മളെ ജീന, നമ്മളേത് ജീനിൽ നിന്ന് എവിടെ നിന്നാണ് ഉണ്ടായി വന്നിരിക്കുക, അതാണ് നമ്മുടെ പിതൃക്കൾ. ഏത് ഭാഗത്തു നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് നമ്മൾ തിരിച്ചയക്കും. അതാണോ ശരി? അതിന് മേളൊരു പടിക്ക് അപ്പോഴും പോകുന്നില്ലല്ലോ. ഇപ്പോൾ അല്ലാതൊരു ലോകമല്ല വിഷ്ണു ലോകം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഭൂലോകം, ബോർലോകം, മകർലോകം. നമ്മൾ ഈ വിഷ്ണു അണ്ടങ്ങളെന്നും രുദ്രാണ്ടങ്ങളെന്നും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ശക്തി അണ്ടങ്ങളാ. അപ്പൊ അത് ലോകങ്ങളായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ചൂടെ അങ്ങനെയാണെങ്കിൽ? അത് അണ്ടങ്ങൾ. അങ്ങനത്തെ 1008 അണ്ടങ്ങളുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ലോകങ്ങളായിട്ടല്ല പറയുന്നത്. ഈ കഥകളിലൂടെ ഇതെല്ലാം ലോകം ലോകം എന്ന് പറഞ്ഞു പോകുന്നതാ. അപ്പൊ ഇതുപോലൊരു ലോകം വേറെ ഇല്ലെന്നാണ് അപ്പോൾ അങ്ങ് പറയുന്നത്. ഇത് പോകെ നമുക്ക് ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഒരുപാട് അണ്ടങ്ങൾ കിടപ്പുണ്ട്. അത് ഒരുപാട് അണ്ടങ്ങളുണ്ട്, ഒരുപാട് ജീവനുണ്ട്, ഒരുപാട് മനുഷ്യരിൻ വേറെയും ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതില്ല എന്നല്ല. ഇവിടെ നിന്ന് ജനിച്ച് അങ്ങോട്ടല്ലല്ലോ പോണേ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ ജീനിലേക്ക് കിടക്കും. നമ്മുടെ ഒരു വെർഷനാണ്. അപ്പോൾ ആ ജീന് മടങ്ങിപ്പോയാൽ ഇപ്പോൾ നേരത്തെ ഇരുന്ന വിഷ്ണു അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മന്വന്തരം എന്ന് മാറ്റിക്കൊണ്ടുവരുന്നത്. മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങൾ മാറുന്നു. ഇനി നമ്മുടെ DNA മാറ്റം വരും. നമ്മൾ വിഷ്ണു മാറുമെന്ന് പറയുന്നുണ്ടോ? നമ്മൾ ഇന്ദ്രപദവിയല്ലേ മാറുള്ളൂ? എല്ലാം മാറും. എല്ലാം വിഷ്ണുവിനെയും മാറ്റണം. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന വിഷ്ണു അല്ലല്ലോ ഇപ്പോട്ട് വരുന്നത്. നമ്മൾ അതറിയില്ല, അങ്ങനെ കേട്ടിട്ടില്ല. അതായതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷ്ണുവിന് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ സ്വഭാവങ്ങൾ മാറി തുടങ്ങി. ഇപ്പോൾ വൈഷ്ണവ സ്വഭാവങ്ങളെ മാറുന്നില്ലേ? അല്ല, അത് അവതാരങ്ങളായിട്ട് പറയുന്നതല്ലേ? ദശാവതാരങ്ങളിൽ പറയുമ്പോഴത്തേക്ക് വരുന്ന സ്റ്റേജുകളിൽ അതിൽ പറയുന്നത് കൽക്കി. എങ്ങനെയാവും കൽക്കി? അപ്പോൾ വൈഷ്ണവം എന്ന് പറയുന്നത് ശാന്ത സ്വരൂപമാണെങ്കിൽ നാളെ എങ്ങനെ കൽക്കി ഉണ്ടാകും? രുദ്രനും അങ്ങനെയാണെങ്കിൽ 108 രുദ്രന്മാരുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓരോ തരങ്ങളിൽ അതിൽ ഓരോ തരങ്ങളിൽ വരും. രുദ്രൻ എല്ലാത്തിലും ക്രൂഡല്ലേ? ഒരേ ക്വാളിറ്റിയിൽ വരുന്നു. ഒരേ ഒരു ഭാവം മാത്രമേ എടുത്തിട്ടുള്ളൂ, ശാന്തനായി. ബാക്കിയെല്ലാം രൗദ്രത്തിലാണ്. ഇത് ഇപ്പം നമ്മൾ കൽക്കിയാകുമെന്ന് പറയുന്നു ദശാവതാരത്തിൽ. എന്തുകൊണ്ടാ? ഇനി ഇത് രൗദ്രത്തിലേക്ക് ചേരാൻ പോകുന്നു എന്നർത്ഥം. അപ്പോൾ വിഷ്ണുവിനെ എങ്ങോട്ട് ലയിപ്പിക്കുന്നു നമ്മൾ? ശിവത്തിലേക്ക്. അപ്പം നമ്മുടെ കോണ്ടിനെൻ്റലായിട്ടിരിക്കുന്ന ഈ സാധനത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുമ്പോൾ, അല്ല ഞാൻ ചോദിക്കുന്നത്, ആ ശിവനും നമ്മൾ പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ത്രിമൂർത്തികളിൽ പറയുന്ന ശിവനാണോ അതോ അതിൻ്റെ മുകളിലുള്ള സദാശിവ ഭാവത്തിലുള്ള ശിവനാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഈ ത്രിമൂർത്തി ഭാവത്തിലുള്ള ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവൻ എന്ന അവസ്ഥയാണ്. എല്ലാവരും ഇവിടെ പറയുന്ന ശിവം ശിവം. അല്ല, അങ്ങനെയാണെങ്കിൽ സംശയം തീർന്നു. കാരണം സദാശിവൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ശിവ എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ സയൻസ് തന്നെ നമ്മൾ ഈ ശ്യാമദ്രവ്യം എന്ന് പറയുന്നത്, ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്, ശിവൻ എന്നാൽ അൾട്ടിമേറ്റ്. ഇത് ജീവനാണ്. അതാണ് ശിവൻ വേറ് ജീവൻ വേറില്ല എന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ശിവനാ ഇവിടെ ഇരുന്ന് ജീവിതം കാണിച്ചു തരുന്നത്. ഇപ്പൊ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഈ വൈഷ്ണവേഴ്സും ശൈവേഴ്സും തമ്മിലുള്ള ഒരു ക്ലാഷ് വരുന്നത് ഈ ത്രിമൂർത്തികളിലെ വിഷ്ണുവും ശിവനും തമ്മിലാണോ അതോ ഈ വിഷ്ണുവും സദാശിവനും തമ്മിലുള്ളതാണോ എന്നുള്ളതാണ് അങ്ങ് വ്യക്തമാക്കേണ്ടത്. അതായത് ഇവരിപ്പോ പറയുന്നത് ഈ ശിവനെയാ.
രുദ്രൻ എന്ന ശിവനെ അവർ എതിർക്കുന്നത്. നിങ്ങൾ 3 പേരും സഹോദരങ്ങളാ, അതെ, നിങ്ങളെന്തിനാ